കെ കരുണാകരൻ സ്മാരക മാള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെ കാണാൻ കാത്തുനിന്ന മടുത്ത് രോഗികൾ. ശരാശരി 600ഓളം പേർ ചികിത്സ തേടിയെത്തുന്ന ഇവിടെ സ്ഥിരം ഡോക്ടർമാരായി സൂപ്രണ്ടടക്കം 3 പേരാണുള്ളത്. കൂടാതെ ഒരു ഡെന്റൽ സർജനും ഇവിടെയുണ്ട്. ഒരു NHM ഡോക്ടർ ഡെപ്യൂട്ടേഷനിൽ പോയിരിക്കുകയാണ്. മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സമീപ പഞ്ചായത്തുകളിൽ നിന്നുള്ള നിരവധി പേരാണ് ചികിത്സ തേടിയെത്തുന്നത്. പനിയും മറ്റു പകർച്ചരോഗങ്ങളും വ്യാപകമായ സാഹചര്യത്തിലാണ് ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ രോഗികൾ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വന്നത്. ശനിയാഴ്ച ഉച്ചവരെ ഒരു ഡോക്ടർ മാത്രമേ ആശുപത്രിയിൽ ഉണ്ടായിരുന്നുള്ളൂ. OPയിൽ ഉണ്ടായിരുന്ന ഏക ഡോക്ടർ പോസ്റ്റ്മോർട്ടം നടപടി കൂടി ചെയ്യേണ്ടി വന്നതിനാൽ ആ സമയത്ത് ആരുമില്ലാത്ത അവസ്ഥയിലാണ് രോഗികൾ കാത്തുനിന്ന് വലഞ്ഞത്. ആശുപത്രി സൂപ്രണ്ടായ ഡോക്ടർ PS ആശ 3 മണിക്കൂറിനുള്ളിൽ പരിശോധിച്ച് മരുന്നെഴുതി നൽകിയത് 400 രോഗികൾക്കാണ്. മറ്റൊരു ഡോക്ടർ ജിനു ജോസഫ് കുട്ടികൾക്കുള്ള കുത്തിവയ്പ്പിനായി പോയ ശേഷം 1 മണിയോടെയാണ് തിരിച്ചെത്തിയത്. ഡോക്ടർമാരില്ലാത്തതിനാൽ നിരവധി രോഗികൾ തിരിച്ചു പോകുകയായിരുന്നു. ഇവിടെ ഡോക്ടറുടെ റൂമുകളിൽ പഠിക്കാൻ എല്ലാവർക്കും നിറച്ച ആൾക്കാരെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇവിടെ പുറത്തുനിന്ന് നോക്കിയപ്പോൾ ബോർഡിൽ 2 ഡോക്ടർമാരുടെ പേരുണ്ട്. പക്ഷേ ആ 2 ഡോക്ടർമാരും അവിടെ ഇല്ല. അപ്പോൾ അതിനകത്ത് അന്വേഷിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഡോക്ടർ പഞ്ചായത്തിൻ്റെ ഇതിലെന്തോ ഇഞ്ചക്ഷൻ്റെ ഭാഗമായിട്ട് പോയിട്ടാണ്, പിന്നെ ആശുപത്രി പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. അത് പ്രകാരം ഞാൻ ഇവിടുന്ന് ഓരോരുത്തരും നമുക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളൊക്കെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ വരും എന്നിങ്ങനെ പറഞ്ഞത്. അതിന് വെച്ച് നോക്കി കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഇവിടെ ആൾക്കാർ ഓരോരുത്തർ വയലിനായി തുടങ്ങി. പിന്നെ 1-2 ആൾക്കാർ തലറിഞ്ഞ് വീണു. ആശുപത്രിയിൽ സായാഹ്ന OP തുടങ്ങുന്നതിന് സർക്കാർ നിർദ്ദേശമുണ്ടെങ്കിലും ഡോക്ടറെ നിയമിച്ചാലുള്ള വേതനം നൽകുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാകുന്നില്ല. മാള ബ്ലോക്ക് പഞ്ചായത്തിന് തനത് ഫണ്ട് കുറവായതിനാൽ മാള ഗ്രാമപഞ്ചായത്ത് പണം അനുവദിക്കണമെന്ന ആവശ്യം പരിഗണിച്ചിട്ടില്ല. സായാഹ്ന OP ആരംഭിച്ചാൽ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ സേവനം ലഭ്യമാകും. മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആവശ്യം മാള പഞ്ചായത്തോ സർക്കാരോ പരിഗണിച്ച് അനുകൂല നടപടിയുണ്ടായാൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രം സാധാരണക്കാർക്ക് കൂടുതൽ പ്രയോജനപ്പെടും. TCV ന്യൂസ്, മാള.